അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 അതിലെ ഫസ്റ്റ് ഭാഗങ്ങളാണ്. നമ്മൾ എന്താണ് ഡി സി മോട്ടോർ എന്ന് പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി മോട്ടോർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എങ്ങനെയാണ് ഡി സി മോട്ടോർ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി മോട്ടോർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. അതിന് ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ്, സെൽഫ് എക്സൈറ്റഡ്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, ഷണ്ട്, സീരീസ് ആൻഡ് കോമ്പൗണ്ട്, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇതിൽ ഓരോന്നോരോന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മൾ ഡി സി മോട്ടോറിൻ്റെ ആപ്ലിക്കേഷൻസ് കണ്ടു. നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോറിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ മെയിനായിട്ട് ഒരു സ്റ്റാറ്ററും ഉണ്ടാവും, ഒരു റോട്ടോറും ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീനാണ്. അതിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ആ നമ്പർ ഓഫ് സ്ലോട്ട്സിൽ ത്രീ ഫേസ് വൈൻഡിങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഷീറ്റ് സ്റ്റീൽ ലാമിനേഷൻസും അതിൻ്റെ ഉള്ളിൽ ഇന്നർ പെരിഫറിയിൽ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതാണ് ഇന്നർ പെരിഫറി എന്ന് പറയുന്നത്, ഈ മാർക്ക് ചെയ്ത ഭാഗം. അവിടെ നമ്മൾ ഈ ഒരു സ്ലോട്ട്സ് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കണ്ടില്ലേ, ഇതിനാണ് സ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഇതുപോലെ സ്ലോട്ട്സ് ഇട്ട് അതിൻ്റെ ഇടയിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വൈൻഡിങ്സ് അല്ലെങ്കിൽ 3-phase വൈൻഡിങ്. ഈ ഒരു ഇത് തന്നെയാണ് ആ സ്ലോട്ട്സിൽ നമ്മൾ 3-phase വൈൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു 3-phase വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് പോൾസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ അതിലേക്ക് ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു 3-phase വൈൻഡിങ്ങിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് റോട്ടോറുകളെ കുറിച്ച് പറയാം. അപ്പോൾ സ്റ്റേറ്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഷീറ്റ് ലാമിനേഷൻസ് കൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ സ്ലോട്ട്സ് ഇട്ടിട്ട് അതിൽ 3-phase വൈൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ 3-phase വൈൻഡിങ്ങിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഉള്ളതാണ് റോട്ടോർ. റോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഷാഫ്റ്റിന്മേലെ ഒരു ഹോളോ ലാമിനേറ്റഡ് കോറ്, ജസ്റ്റ് നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിട്ടുള്ള അതിൻ്റെ ഔട്ടർ പെരിഫറിയിൽ, അതായത് പുറം ഭാഗത്ത് ഒരുപാട് സ്ലോട്ട്സ് ഉണ്ടാവും. ചിത്രത്തിൽ നിങ്ങൾക്ക് റോട്ടോർ കാണാൻ പറ്റും. ഇതാണ് റോട്ടോർ. ആ റോട്ടോറിൻ്റെ ഷാഫ്റ്റാണിത്. ഇതാണ് നമ്മളെ സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുള്ള ലാമിനേറ്റഡ് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ. അതിൽ ചെറിയ ചെറിയ സ്ലോട്ട്സിൽ കാണാം. ആ സ്ലോട്ട്സിൽ ആർമേച്ചർ വൈൻഡിങ്സ് അല്ലെങ്കിൽ വൈൻഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് റോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി റോട്ടോർ തന്നെ 2 തരത്തിലുണ്ട് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? സ്ക്യൂറൽ കേജ് ടൈപ്പ് റോട്ടോറും ഉണ്ട്, വൗണ്ട് റോട്ടോറുണ്ട്.
സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോർ എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ നിങ്ങൾ കാണാം, അതൊരു സ്ക്വിറൽ കേജ് പോലെ അല്ലെങ്കിൽ ഒരു അണ്ണാരക്കണ്ടൻ്റെ കൂട് പോലെ. ലാമിനേറ്റഡ് കോറിൽ ഒരുപാട് മെറ്റൽ ബാർസ് അല്ലെങ്കിൽ ഇവിടെ കോപ്പർ ബാർ, കോപ്പർ കൊണ്ട് ഉണ്ടാക്കില്ല, ചെറിയ ചെറിയ പീസ് ഓഫ് കോപ്പർ. ബാർ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ക്വയർ ടൈപ്പിലുള്ള പീസുകൾക്കാണ് ബാസ് എന്ന് പറയുക. അങ്ങനെയുള്ള കോപ്പർ ബാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് അതിന് മെറ്റൽ റിങ് കൊണ്ട് രണ്ട് എൻഡും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ വൗണ്ട് റോട്ടോർ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആ ഒരു പേര് പറയുന്നത് പോലെ വൈൻഡിങ്സ് ആണ് ഉണ്ടാവുക. അതിൽ ബാറിന് പകരം വൈൻഡിങ്സ് അഥവാ നമ്മൾ കോപ്പറിൻ്റെ തന്നെ കമ്പിച്ചുരുളുകൾ വയറ് പോലെ ജസ്റ്റ് ഇങ്ങനെ കോയിൽ പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഔട്ടർ പെരിഫറിയിൽ. അപ്പോൾ സ്ക്വിറൽ കേജ് റോട്ടോറുണ്ട്, വൗണ്ട് റോട്ടോറുണ്ട്. ഒന്നിൽ എന്താണ് ബാർസ്, കോപ്പർ ബാർസ് ആണ് അതിൻ്റെ എൻഡിൽ മെറ്റൽ റിങ്സ്. ആ എൻഡിലെ മെറ്റൽ റിങ്സിനെ നമ്മൾ എൻഡ് റിങ്സ് എന്ന് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് വൗണ്ട് റോട്ടോറിൻ്റെ കേസിലാവുമ്പോൾ അതിൽ നമ്മൾ 3 ഫേസ് വൈൻഡിങ്സ് നമ്മൾ കമ്പിച്ചുരുളാണ് സാധാരണ കൊടുക്കാറ്. അത് ആ സ്ലോട്ട്സിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ആ വൈൻഡിങ്സ് കോയിലുകൾ. ഇനി ആ കോയിലുകളൊക്കെ മൊത്തത്തിൽ പുറത്ത് അതിൻ്റെ വയറിൻ്റെ എൻഡുകൾ നമ്മൾ പുറത്തേക്ക് ഒരു സ്ലിപ്പ് റിങ്ങിൽ ഇതിൻ്റെ എൻഡിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മളിതിന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് റിയോസ്റ്റാറ്റോ എന്തോ അല്ലെങ്കിൽ റെസിസ്റ്റൻസുകൾ വേരി ചെയ്യുന്ന ഏതെങ്കിലും റെസിസ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കേസിൽ ഹൈ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ റോട്ടോർ 2 ടൈപ്പ് ഉണ്ട്, സ്ക്വിറൽ കേജ് ഉണ്ട്, വൗണ്ട് റോട്ടോറുണ്ട്. ഒന്നിൽ മെയിനായിട്ടുള്ളത് കോപ്പർ ബാസ് ആണ്, മറ്റേതിൽ 3 ഫേസ് വൈൻഡിങ്സ് ആണ്. ആ വൈൻഡിങ്സ് സ്ലോട്ട്സിൽ ഇങ്ങനെ വൃത്തിയിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വർക്കിംഗ് ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ മെയിനായിട്ടുള്ള 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു അല്ലേ, സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. സ്റ്റേറ്ററിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റേറ്ററിൽ എന്താ ഉള്ളത്, 3 ഫേസ് വൈൻഡിങ് ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് അതിലൊരു ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിനെ നമ്മൾ സിങ്ക്രണസ് സ്പീഡ് എന്ന് വിളിക്കുന്നു. സിങ്ക്രണസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NS = 120F/P. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ്. P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. അതിനനുസരിച്ച് നമുക്ക് സിങ്ക്രണസ് സ്പീഡ് കിട്ടും. ഇനി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്വാഭാവികമായിട്ടും ആ ആർമേച്ചറിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്ററിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് റോട്ടോറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. അത് നമുക്ക് കാണാം, ഈ ഒരു സ്റ്റേറ്ററിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൻ്റെ കണ്ടക്ടേഴ്സിൽ, റോട്ടോറിൽ എന്താ ഉള്ളത്, കോപ്പർ ബാറോ അല്ലെങ്കിൽ വൈൻഡിങ്സോ ആണുള്ളത് അല്ലേ. ആ റോട്ടോറിൻ്റെ വൈൻഡിങ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ടേഴ്സിൽ
ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. ഫാരഡേസ് ലോ പ്രകാരം ഒരു കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും നമുക്കറിയാം. ഫാരഡേസ് ലോ പ്രകാരം അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ എൻഡ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണുള്ളത്, ആ ഒരു റോട്ടോറിൻ്റെ എൻഡ്സ്. അപ്പോൾ സ്റ്റേറ്ററിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൻ്റെ വൈൻഡിങ്സിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്നു. അത് ആ ഇൻഡ്യൂസ്ഡ് EMF അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട് അത് എന്താണ്, അതും വൈൻഡിങ്സ് ആയതുകൊണ്ട് അതിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലെൻസസ് ലോ പ്രകാരം അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാൻ കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സ്റ്റേറ്ററിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ. ആ കാരണത്തെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കാരണത്തെ ഒപ്പോസ് ചെയ്യാൻ തടുക്കാൻ കഴിയില്ല. അപ്പം എന്താ ചെയ്യുക, ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു റോട്ടോറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് കുറക്കാൻ ശ്രമിക്കും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതുകൊണ്ട് റൊട്ടേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇതിലെന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു റൊട്ടേഷനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തടുത്ത് നിർത്താൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ ഈ റോട്ടോറും സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. റോട്ടോറ് കറങ്ങി ഈ സിങ്ക്രണസ് സ്പീഡിലേക്ക് എത്താവുന്ന അത്രയും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സിങ്ക്രണസ് സ്പീഡിന്റെ തൊട്ട് താഴെ ഒരു സ്പീഡിൽ ആ ഒരു റോട്ടോറും റൊട്ടേറ്റ് ചെയ്യും. ആ റോട്ടോറിന്റെ റൊട്ടേഷനാണ് നമുക്ക് പുറത്തേക്ക് ഷാഫ്റ്റിൽ നമ്മൾക്ക് ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ആ റോട്ടോറിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുമ്പോൾ ആ റോട്ടോറിൽ ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലെൻസസ് ലോ പ്രകാരം അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. അതിന് കാരണം എന്താ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു സ്റ്റേറ്ററിൽ. അപ്പോൾ അത് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇതിൻ്റെ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് കുറക്കാൻ ശ്രമിക്കും. ആ സിങ്ക്രണസ് സ്പീഡിൻ്റെ ഒരു താഴെയുള്ള ഒരു സ്പീഡിൽ ഈ റോട്ടോർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ലെൻസസ് ലോ എന്താ പറയുന്നത് നോക്കാം. Lenz's law states that when an EMF is generated by a change in magnetic flux according to Faraday's law, the polarity of the induced EMF is such that it produces a current that's magnetic field opposes the change which produces it. ഒന്നുമില്ല, വളരെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ലെൻസസ് ലോ പറയുന്നു, ഫാരഡേസ് ലോ പ്രകാരം ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF, ആ ഇൻഡ്യൂസ്ഡ് EMF ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാക്കും അല്ലേ. ആ കറണ്ട് ഫ്ലോ കൊണ്ട് അനദർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യും അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. അതാണ് ലെൻസസ് ലോ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഫസ്റ്റ് സ്ക്വിറൽ കേജ് ടൈപ്പ് ഉണ്ട്, വൗണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു അല്ലേ. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ആൾ ഫാക്ടറികളിൽ, ലെയ്ത്തുകളിൽ, അതുപോലെ ഡ്രില്ലിംഗ് മെഷീൻസ്, ഫാനുകൾ, ബ്ലോവർ. സാധാരണ നമ്മൾ വീടുകളിലെ ഫാൻ അത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. 3 ഫേസ് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ കേസുകളാണ് പറയുന്നത്. പിന്നെ വൗണ്ട് റോട്ടോർ യൂസ് ചെയ്യുന്നത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, ലിഫ്റ്റുകളിലും ക്രെയിനുകളിലൊക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചാണ്.
സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ സിംഗിൾ ഫേസ് ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഫാൻ, മിക്സർ, ഇലക്ട്രിക് മോട്ടോർ പമ്പ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളാണ്. നമ്മൾ വീട്ടിലെ ഫാന്, മിക്സർ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ബേസിക്കായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്. ബേസിക്കായിട്ട് കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും വർക്കിംഗ്, മൊത്തത്തിലുള്ള വർക്കിംഗ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഏകദേശം രൂപം തന്നെ ഉണ്ടാവും. അത് വ്യത്യാസം എന്താ? അതിലുള്ള സ്റ്റേറ്ററിൽ തിയറിറ്റിക്കലി പറയുമ്പോൾ അതിൽ സിംഗിൾ ഫേസേ ഉള്ളൂ. അത് മാത്രമല്ല അതിൻ്റെ റോട്ടോർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റോട്ടോർ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിംഗിൾ ഫേസ് വൈൻഡിങ്ങിന് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സിംഗിൾ ഫേസ് വൈൻഡിങ് സ്റ്റാർട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. കാരണം അവിടെ 3 ഫേസ് വരുമ്പോൾ നമുക്ക് അവിടെ 3 ഫേസ് ഡിഫറൻസ് വരുന്ന രീതിയിൽ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൊടുക്കും. സ്റ്റാർട്ട് ചെയ്ത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ വൈൻഡിങ്ങിന് പുറമെ, സ്റ്റാർട്ടർ വൈൻഡിങ്സിന് പുറമെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇതിന് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൂടെ കൊടുക്കും. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ ശരിക്ക് സിംഗിൾ ഫേസ് വൈൻഡിങ്ങിന് പുറമെ ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് 3 ഫേസിനോട് താരതമ്യം സെയിം ഉള്ള അതുപോലെ തന്നെയുള്ള വർക്കിങ്ങിനാണ്. എന്താണ്? ഇതിലേക്ക് നമ്മൾ സിംഗിൾ ഫേസ് വൈൻഡിങ്ങിലേക്ക് കറണ്ട് കൊടുത്താൽ, അതുപോലത്തെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക്, രണ്ടിലേക്കും കൂടെ കറണ്ട് കൊടുത്താൽ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അത് റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യും. ആ റോട്ടോറിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അതിൽ തന്നെ പാസ് ചെയ്യും. അപ്പോൾ അത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അത് അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. അത് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ, സിങ്ക്രണസ് സ്പീഡിന് താഴെയുള്ള സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. രണ്ടിലും ഒന്നിൽ 3 ഫേസ് വൈൻഡിങ് ആണുള്ളത്, മറ്റൊരു സിംഗിൾ ഫേസ് വൈൻഡിങ്. പക്ഷേ ഇതിൽ സിംഗിൾ ഫേസ് വൈൻഡിങ് കൊണ്ട് മാത്രം നമുക്ക് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൂടെ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെയും ലെൻസസ് ലോ പ്രകാരം തന്നെയാണ് അതിൻ്റെ കാരണത്തെ അപ്പോസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു റോട്ടോറിൽ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡ്യൂസ് EMF കൊണ്ടുണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആദ്യം സ്റ്റേറ്ററിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ തടുത്തെടുത്താൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് കുറക്കാൻ ശ്രമിക്കാൻ ചെയ്യുക. അപ്പോൾ റോട്ടോറും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും വർക്ക് ചെയ്യുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ നോക്കാം. ഫസ്റ്റ് വൺ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. എന്താണ് സ്പ്ലിറ്റ് ഫേസ്? നമ്മളെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയാൻ കാരണം അതിൻ്റെ വൈൻഡിങ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ കൂടെ ഒരു കപ്പാസിറ്റർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും ഉണ്ട്. ഇങ്ങനെ കപ്പാസിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ അത് LC സർക്യൂട്ട്, ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെയുള്ള സർക്യൂട്ടായിട്ട് മാറും. അങ്ങനെ ഒരു LC സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ ഫേസ് ഷിഫ്റ്റ് കൂടുതൽ കിട്ടുന്നതാണ്. ഫേസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ AC ത്രൂ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വോൾട്ടേജും കാരണം നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു. എന്താണ് ഫേസ് ഡിഫറൻസ്? ആംഗിൾ ഡിഫറൻസ്. അപ്പോൾ അവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ആംഗിൾ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നല്ല കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഉഷാറായിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഈ ഒരു റോട്ടോറിൽ എഫക്റ്റീവായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഈ മോട്ടോറിൻ്റെ വർക്കിംഗ് സാധിക്കും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നത് ഗേറ്റർ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി കൂടുതൽ ഡീപ്പായിട്ടും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എക്സാമിന് വളരെ ഷോർട്ടായിട്ട് മാത്രം ഈ ഒരു ചിത്രം വരച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. അതെന്താണെന്ന്, ഇവിടെ ഒരു കപ്പാസിറ്ററും ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും കൊടുക്കുന്നു. കപ്പാസിറ്റർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊരു LC സർക്യൂട്ടായിട്ട് അതിലൊരു ഗ്രേറ്റർ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഫേസ് ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്തിനാന്ന് വെച്ചാൽ വൺസ് ഇത് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ടിങ് ടോർക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്ട്രെങ്തി ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് ടോർക്ക് ഹൈ ആയി കിട്ടും. അപ്പോൾ ഇനി വൺസ് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഇതിമെന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യുക. സ്പീഡ് കൂടുമ്പോഴാണ് ആ സ്വിച്ച് ഡിസ്കണക്റ്റ് ആവും. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെ നമ്മൾ 2 കപ്പാസിറ്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെ കൂടെ 2 കപ്പാസിറ്റേഴ്സ്. ഒരു കപ്പാസിറ്റർ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി C1 എന്ന കപ്പാസിറ്റർ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി കണക്ട് ചെയ്യുന്നു. C2 എന്ന കപ്പാസിറ്റർ സ്വിച്ച് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് സിമിലർ ടു ദി കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. വ്യത്യാസം എന്താണ്? ഇവിടെ രണ്ടാമത്തെ കപ്പാസിറ്റർ C2 അത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ലാതെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായതിന് കൂടെ തന്നെ ഇനി സ്റ്റാർട്ടിങ്ങിൽ നല്ല ഈ C1 C2 2 കപ്പാസിറ്ററും കൂടി ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലും ആഡ് ചെയ്യുമ്പോൾ നല്ല ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് നമുക്ക് കിട്ടും. ഇനി അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വർക്ക് ചെയ്തിട്ട് C1 എന്ന് പറഞ്ഞ ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ടിങ് വൈൻഡിങ് ഒഴിവായിട്ട് പിന്നെ C2 എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കപ്പാസിറ്റർ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു കപ്പാസിറ്റർ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ലാതെ ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഓഫ് ദി കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെ IM എന്ന് കൊടുത്ത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഷോർട്ട് ഫോമാണ് കേട്ടോ, IM ഉദ്ദേശിച്ചിട്ടുള്ളത്. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാനും കപ്പാസിറ്റർ വേണം, റൺ ചെയ്യാനും കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ സ്റ്റാർട്ട് ആകുമ്പോൾ വെറും സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ കപ്പാസിറ്റർ ഉള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് റണ്ണായി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് പ്രകാരം അത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വർക്ക് ചെയ്തിട്ട് ആ കപ്പാസിറ്റർ നിന്ന് റിമൂവ് ആവും സർക്യൂട്ടിൽ നിന്ന്. ഇതിലാവുമ്പോൾ ഒരു കപ്പാസിറ്റർ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി അതിൽ നിന്ന് റിമൂവ് ആവും. രണ്ടാമത്തത് റൺ ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിൻ്റെ സ്ട്രെങ്ത് അതുവഴി അതിൻ്റെ ആ റൊട്ടേറ്റിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും.
അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ ഒരു സർക്യൂട്ട് എന്തായാലും വരക്കണം. അതിൻ്റെ കൂടെ എന്താണ് അതിൻ്റെ വർക്കിംഗ് കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടും. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ. ഇവിടെ കപ്പാസിറ്റർ നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങുമായി വെച്ചിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തില്ല, ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കൊടുത്തിട്ടില്ല. ഫുൾ ടൈം ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഫാനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫാനിൽ കപ്പാസിറ്റർ കണ്ടിട്ടുണ്ടാവും. ആ കപ്പാസിറ്റർ നമ്മൾ ഊരിയെടുത്ത് ആ ഫാൻ വർക്ക് ചെയ്യുമോ? ഇല്ല. അതാണ് പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോറാണ് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സീലിംഗ് ഫാനുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ആ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങളറിയാം ആ ഫാൻ ഇങ്ങനെ മൂളി നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ കപ്പാസിറ്റർ വീക്കായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് തൊട്ടടുത്ത് കറക്കേണ്ടി വരും. അപ്പോൾ കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഫാൻ ഉഷാറായിട്ട് കറങ്ങും. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് കിട്ടാനാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ടിനെയും പോലെ തന്നെയാണ് വർക്കിംഗ്. വ്യത്യാസം എന്താ, അവിടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കൊടുത്തില്ല. കപ്പാസിറ്റർ എപ്പോഴും ഒരു ഒറ്റ കപ്പാസിറ്റർ ഉണ്ടാവുള്ളൂ. ആ കപ്പാസിറ്റർ എപ്പോഴും അതുമായി ആഡ് ചെയ്തിട്ട് ഉണ്ടാവുക. ഇതാണ് പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻഡക്ഷൻ മോട്ടോർ. പിന്നെ സർക്യൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു ഒറ്റ കപ്പാസിറ്റർ ഉള്ളൂ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇവിടെ ഇല്ല. ഇതാണ് ഇതിന്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ല. നേരത്തെ പറഞ്ഞ രണ്ട് കേസിൽ ഇവിടെ എന്താണ്, ഇതില് C1 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന്റെ കൂടെ സെൻട്രിഫ്യൂഗൽ ഉണ്ട്, C2 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന്റെ കൂടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ല. ഫസ്റ്റ് കേസിലോ ഇവിടെ ഒറ്റ കപ്പാസിറ്ററിന്റെ കൂടെ ഇവിടെ എന്താണ്, ഒരു കപ്പാസിറ്ററും ഉണ്ട്, ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും ഉണ്ട്. ഇതാണ് മൂന്ന് തമ്മിൽ. അപ്പോൾ ഓരോന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഷാഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ. ശരിക്കും ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഒറിജിനൽ ടൈപ്പ് എന്ന് പറയുന്നത് ഷാഡഡ് പോൾ ആണ്. കാരണം ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വൈൻഡിങ് കൊടുത്തിട്ടില്ല. അതിന് പകരം ഒരു ഷാഡഡ് പോൾ. എന്താണ് ഷാഡഡ് പോൾ എന്ന് പറഞ്ഞാൽ, നമ്മള് ഇതിലുള്ള പോളിന്റെ കൂടെ, നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടറിന്റെ കൂടെ ഒരു ചെറിയൊരു ഓക്സിലറി വൈൻഡിങ് ആയിട്ട് നമ്മളൊരു കോപ്പർ ബാർ അല്ലെങ്കിൽ ചെറിയൊരു കോപ്പർ പീസ് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനൊരു സിംഗിൾ ടേൺ മാത്രം, സിംഗിൾ ടേണല്ല. അത് ഓരോ പോളിലും, നമ്മളെ സ്റ്റാർട്ടറിലെ ഓരോ പോളിലും ജസ്റ്റ് ഒരു കോപ്പർ റിങ്. അപ്പോൾ മെയിൻ വൈൻഡിങ്സ് അഥവാ ഇവിടെ സിംഗിൾ ഫേസ് ഒറ്റ വൈൻഡിങ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ നമുക്കിവിടെ ഫേസ് സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോപ്പർ റിങ് നമ്മൾ ഓരോ പോളിലും കൊടുക്കും. അല്ലാതെ നമ്മൾ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിന് വേറെ ഒരു വൈൻഡിങ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പോളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത പോലെ അതിലൊരു കോപ്പർ റിങ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇതിന്റെ പോളിൽ സ്റ്റാർട്ടറിലുള്ള പോൾ വൈൻഡിങ്സിൽ അഥവാ അത് ഒരു കോപ്പർ റിങ് ആയിരിക്കാം. ഈ ഒരു സിംഗിൾ ടേൺ കോപ്പർ വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഷാഡിങ് കോയിൽ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളാണ് ശരിക്കും യഥാർത്ഥത്തിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. മറ്റേതിലൊക്കെ ശരിക്കും 2 ഫേസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്നിട്ട് ഒരു വൈൻഡിങ് എക്സ്ട്രാ ഉണ്ട് അല്ലേ. ഇവിടെ ഇതിൽ അങ്ങനെ ഒരു വൈൻഡിങ് ആയിട്ടുള്ള ഇല്ല, ജസ്റ്റ് ഒരു കോപ്പർ റിങ് മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൂ. അതുവഴി നമ്മൾ ഇതിന്റെ സ്പ്ലിറ്റ് ഫേസ് ആക്കിയിട്ട് ഇതിനെന്താണ് ഫേസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അഥവാ ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കി ഇതിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇത് ഇൻഡക്ഷൻ മോട്ടോറിന്റെ വർക്കിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഷാഡഡ് പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഷാഡഡ് പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇല്ല. ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ മെയിൻ വൈൻഡിങ്സിന്റെ കൂടെ പോളുകളിൽ ഒരു കോപ്പർ ബാറോ അല്ലെങ്കിൽ സിംഗിൾ ടേൺ കോപ്പർ കോയിലും റിങ്ങോ മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് ഓരോ പോളിൽ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നമുക്ക് ഇതിന്റെ
സ്പ്ലിറ്റ് ഫേസ് ആക്കിയിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിംഗ് നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.